കോറിലേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൾപിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഷോർട്ട് കട്ട് മെത്തേഡ് അഥവാ അസ്യൂംഡ് മീൻ മെത്തേഡിലൂടെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ അഥവാ അസ്യൂംഡ് മീൻ മെത്തേഡിലൂടെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ വേർ ഡി എക്സ് ആൻഡ് ഡി വൈ ആർ ഡീവിയേഷൻ ടേക്കൺ ഫ്രം അസ്യൂംഡ് ആവറേജ് ഇൻ ദ ടു സീരീസ്. ഈ ഡി എക്സും ഡി വൈയും എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേരിയബിൾസ് അതേപോലെ തന്നെ എടുത്തതാണ്. പക്ഷേ ഇവിടെ നമ്മൾ വേരിയബിൾസ് അല്ല, വേരിയബിൾസ് നമ്മൾ ഡി എക്സ് ഡി വൈ എന്ന കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡി എക്സ് കണ്ടുപിടിക്കുക? ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ എക്സ് ആണ്. എ എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് സീരീസിൽ നിന്നും നമ്മളൊരു അസ്യൂംഡ് മീൻ, അതായത് ഒരു ആവറേജ് ആയിട്ടുള്ള മീൻ നമ്മൾ കണ്ടെത്തുകയും അത് ഓരോ എക്സ് വാല്യൂസിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ ഡി എക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡി വൈ എന്ന് പറഞ്ഞാലും ഓരോ വൈ വാല്യൂവിൽ നിന്നും നമ്മൾ കണ്ടെത്തുന്ന ആവറേജ് വൈ, അതായത് ആ സീരീസിലുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന ഏതെങ്കിലും ഒരു ആവറേജ് ആയിട്ടുള്ള വൈ വാല്യൂസ് നമ്മൾ വൈയിൽ നിന്നും മൈനസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഡി വൈ കണ്ടുപിടിക്കാം. അതിനെയാണ് നമ്മൾ ഡീവിയേഷൻ ടേക്കൺ ഫ്രം അസ്യൂംഡ് ആവറേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഡി എക്സ് ഡി വൈയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് കോൾപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ യൂസിങ് അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോൾപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ നമുക്ക് രണ്ട് വേരിയബിൾസ് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾസും ഉണ്ട്, അതുപോലെ വൈ എന്ന് പറയുന്ന വേരിയബിൾസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാമല്ലോ. എന്താണ് ഇക്വേഷൻ? ഇവിടെ നോക്കൂ. R ഈസ് ഈക്വൽ ടു, R എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. ദെൻ n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈ മൈനസ് സിഗ്മ dx into sigma dy, then root of n into sigma dx square minus sigma dx whole square, then again into root of n into sigma dy square minus sigma dy whole square. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻസിലേക്ക് നമുക്ക് എന്തൊക്കെ കണ്ടെത്തേണ്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം എന്താ വേണ്ടത്? n കാണണം. അതുപോലെ തന്നെ സിഗ്മ ഡി എക്സ് കാണണം. അതുപോലെ സിഗ്മ ഡി വൈ കാണണം. ദെൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ കാണണം. സിഗ്മ ഡി വൈ സ്ക്വയർ കാണണം. ദെൻ സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈയും കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ n എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ കൗണ്ട് ചെയ്താൽ കിട്ടും. 1 2 3 4 5 6 7 8 9 10 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ n ഈസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് എഴുതാം. n ഈസ് ഈക്വൽ ടു 10. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് അടുത്ത ഭാഗം വേണ്ടത് ഡി എക്സ് ആണ്. സിഗ്മ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഡി എക്സ് കാണാൻ എങ്ങനെയാന്നുള്ളത് നമുക്കറിയാം അല്ലെ? ഡി എക്സ് എങ്ങനെയാ കാണുക? ഡി എക്സ് കാണാൻ വേണ്ടിയിട്ട് ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ എക്സ് ആണ്. എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് സീരീസ് ആണല്ലോ. ഈ എക്സ് സീരീസിൽ നിന്നും നമ്മളൊരു അസ്യൂംഡ് മീൻ എന്ത് ചെയ്യാണ്?
പിക്ക് ചെയ്യണം. അങ്ങനെ പിക്ക് ചെയ്യുന്ന അസ്യൂംഡ് മീനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AX എന്ന് പറയുന്നത്. അപ്പോൾ അസ്യൂംഡ് മീനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അസ്യൂംഡ് മീൻ എടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഇതിനകത്ത് തന്നെയുള്ള ഒരു അസ്യൂംഡ് മീനാണ് എടുക്കുന്നത്. ഞാനിവിടെ അസ്യൂം ചെയ്യണം 40 ആയിരിക്കും ഇതിനകത്തുള്ള മീൻ. അപ്പൊ ഞാൻ AX 40 എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ DX കാണാം. അപ്പൊ DY കാണാൻ നമുക്ക് എന്ത് വേണ്ടി വരും? DY is equal to Y മൈനസ് AY. ഇതേപോലെ തന്നെ വൈയിൽ നിന്നും ഒരു അസ്യൂംഡ് മീൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ 60 എന്ന് പറയുന്ന ഒരു വാല്യൂസ് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കണം. അസ്യൂംഡ് മീൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അസ്യൂംഡ് ആണ്, നമ്മൾ അസ്യൂം ചെയ്യണം അതായിരിക്കും മീൻ എന്നുള്ളത്. അപ്പോൾ AY ഞാൻ 60 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? DXും DYയും കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഞാനിവിടെ DX കാണാണ്. DX is equal to X മൈനസ് AX ആണ്. ഓക്കെ, അപ്പോൾ X മൈനസ് AX. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ AX ഓൾറെഡി ഇവിടെ 40 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാ വരിക? അവിടെ X എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്, മൈനസ് 40 ആണ് വരിക അല്ലേ? അപ്പൊ 12 നിന്ന് 40 നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരിക? മൈനസ് 28 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ ഓരോ ഫിഗറും 16, 20 ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? 40 മൈനസ് ചെയ്യുക. ഞാൻ ആ മൈനസ് ചെയ്ത ഫിഗേഴ്സുകളാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. 24, then 20. ഓക്കെ, എന്താണ്? മൈനസ് ഫിഗറുകളാണ്. മൈനസ് 24, മൈനസ് 20, then നെക്സ്റ്റ് വാല്യൂ മൈനസ് 16, മൈനസ് 10, 0, 10, 14, 40, 36. ഓക്കെ, അപ്പം നമ്മൾ ഈ മൊത്തം വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ DX കിട്ടും. അപ്പോൾ സിഗ്മ DX നമുക്കിതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവും അതുപോലെ പോസിറ്റീവും തമ്മിൽ കൂട്ടിയിട്ട് അതിന് ഡിഫറൻസ് എടുക്കുക. നെഗറ്റീവ് മൊത്തം കൂട്ടുക, അതുപോലെ പോസിറ്റീവ് കൂട്ടുക, എന്നിട്ട് ഡിഫറൻസ് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് 30 എന്ന് പറയുന്നൊരു ഫിഗറാണ് കിട്ടുക. അപ്പോൾ സിഗ്മ DX നമുക്ക് എത്ര കിട്ടി? മൈനസ് 30. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വെക്കാം, ദാറ്റ് ഈസ് മൈനസ് 30. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഇപ്പോൾ DX സ്ക്വയർ കണ്ടുപിടിക്കാം അല്ലേ? DX സ്ക്വയർ കാണാം. ഇപ്പോൾ DX സ്ക്വയർ കാണുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് വാല്യൂ എത്രയാണ്? മൈനസ് 28 ആണ്. അപ്പോൾ മൈനസ് 28ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഇത് സ്ക്വയർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 784 ആണ് കിട്ടുന്നത്. അതുപോലെ അടുത്തത് മൈനസ് 24ന്റെ സ്ക്വയർ, അത് 576 ആണ്. ദെൻ മൈനസ് 20ൻ്റെത് 400. അങ്ങനെ ഓരോന്നിൻ്റെതും 256, 10ൻ്റെത് 100, 0, 100, 196, 400 ആൻഡ് 576. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ക്വയർ നമ്മളെടുത്തു. അപ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ DX സ്ക്വയർ കിട്ടും. അപ്പോൾ സിഗ്മ DX സ്ക്വയർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഫിഗറാണ് വരുന്നത്, 3388. ഇതാണ് നമ്മളുടെ സിഗ്മ DX സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ സിഗ്മ DX സ്ക്വയറിൻ്റെ ഇവിടെ എഴുതി വെക്കാണ് 3388, 3388 എന്ന് കിട്ടി. ഇപ്പോൾ സിഗ്മ DX സ്ക്വയർ കിട്ടി. നമുക്ക് എന്ത് കാണാം? DY കാണാം. അപ്പോൾ DY കാണാൻ നമുക്കറിയാം DY ഈസ് ഈക്വൽ ടു Y മൈനസ് AY. AY നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? 60 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈയിൽ നിന്നും ഓരോന്നും നമ്മൾ നേരത്തെ ചെയ്ത പോലെ 84ൽ നിന്നും 84ൽ നിന്നും 60 നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക ഫസ്റ്റ് വാല്യൂ. അപ്പോൾ നമുക്ക് കിട്ടുക 24 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ കിട്ടും, 24. ഓക്കെ, അങ്ങനെ അതുപോലെ 80 നമ്മൾ എന്ത് ചെയ്യുന്നു? 60 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20. അങ്ങനെ ഓരോന്നും നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 12, നെക്സ്റ്റ് 4, ദെൻ 0, 60 60/0 ആണ്. ദെൻ -4, -10,
-12, -20 ആൻഡ് -24. നേരത്തെ ചെയ്തതുപോലെ എല്ലാ മൈനസും കൂട്ടുക, എല്ലാ പോസിറ്റീവും കൂട്ടുക, എന്നിട്ട് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് സിഗ്മ dy കിട്ടുന്നത് സിഗ്മ dy ഈസ് ഈക്വൽ ടു -10 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ dy ഈസ് ഈക്വൽ ടു -10 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണാം? dy സ്ക്വയർ കാണാം. ഓക്കെ, ഇപ്പോൾ dy സ്ക്വയർ കാണുമ്പോൾ ഇവിടെ ഫസ്റ്റ് വാല്യൂ എത്രയാണ്? 24 ആണ്. 24ൻ്റെത് 576 ആണ്. 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 576 ആണ്. അങ്ങനെ ഓരോന്നും കാണാം. 20ൻ്റെത് 400 ആണ്. 12ൻ്റെത് 144, 4ൻ്റെത് 16, 0, 16, 100, 144, 400 and 576. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ dy ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് 2372 ആണ്. ഓക്കെ, സിഗ്മ dy സ്ക്വയർ എന്ന് പറയുന്നത് 2372 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് dx ഇൻറ്റു dy ആണ്. dx ഇൻറ്റു dy. ഇപ്പോൾ dx എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഫിഗർ -28 ആണ്. dy എന്ന് പറയുന്നത് 24 ആണ്. അപ്പം മൈനസ് ഇൻറ്റു പോസിറ്റീവ് മൈനസ് ഫിഗർ തന്നെയാണ് വരിക. -28 ഇൻറ്റു +24 എന്ന് പറയുന്നത് -672 ആണ്. ഓക്കെ, അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് -24 ഇൻറ്റു 20, ദാറ്റ് ഈസ് -480. അടുത്ത ഫിഗർ നമുക്ക് കിട്ടുക -240. ദെൻ അടുത്തത് -64. ദെൻ ഇത് 0 ആയി പോവും. ഇവിടെ എന്തായി പോവും? 0 ആയി പോവും. ദെൻ -100, then -168, then -400 and -576 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ടോട്ടൽ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ dx dy എന്നാണത്. അപ്പോൾ നമുക്കത് കിട്ടുക ഇവിടെ വരുന്നത് -2700 എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. ഓക്കെ, ഞാൻ അതും ഇവിടെ എഴുതിയേക്കാണ് -2700. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് സിഗ്മ dx dy എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം മൈനസ് ഫിഗറുകളാണ്. മൈനസ് ഫിഗർ ആയതുകൊണ്ടാണ് നമുക്ക് -2700 കിട്ടിയത്. ഇനി നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് n എത്രയാണ്? 10 ആണ്. n നമുക്കറിയാം 10 ഇൻറ്റു ഓക്കെ dx dy എന്ന് പറയുന്നത് -2700 ആണ്. ദെൻ മൈനസ് ആണ് വരുന്നത് ഇവിടെ. ഓക്കെ, മൈനസ് dx എന്ന് പറയുന്നത് -30 ആണ്. ഇൻറ്റു dy എന്ന് പറയുന്നത് -10 ആണ്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ദെൻ റൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. റൂട്ട് ഓഫ് n എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു dx സ്ക്വയർ എന്ന് പറയുന്നത് 3388. ദെൻ മൈനസ് dx സ്ക്വയർ ആണ്. അപ്പോൾ dx സ്ക്വയർ എന്ന് പറഞ്ഞാൽ -30 ഹോൾ സ്ക്വയർ. ദെൻ ഇൻറ്റു റൂട്ട് ഓഫ് n എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു dy സ്ക്വയർ എന്ന് പറയുന്നത് 2372 ആണ്. -10 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, -10 ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പോർഷൻസ് മൊത്തം ഇവിടെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -2700 എന്ന് കിട്ടി. ഓക്കെ, ഈ ഏരിയ മൊത്തമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ
താഴെ നമുക്ക് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഓഫ് 3388 എന്ന് കിട്ടി. മൈനസ് 30ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്. ദെൻ റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് കിട്ടുക 23720. ഇതിനെ 10 കൊണ്ട് ഗുണിച്ചതാണ്. ദെൻ മൈനസ് 10ന്റെ ഹോൾ സ്ക്വയർ എത്രയാ? 100 ആണ്. ഓക്കെ, യെസ്, നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് എഴുതുന്നു. മൈനസ് ദെൻ താഴെ ഇത് മൊത്തം സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ റൂട്ടും കണ്ടിട്ടുണ്ട് ഞാൻ. 181.6 ഇൻറ്റു 153.69 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.978 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് R എന്ന് പറയുന്ന വാല്യൂ എത്ര കിട്ടി? 0.978 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രോബ്ലം നോക്കൂ. ഇവിടെ വേറൊരു മോഡൽ പ്രോബ്ലം ആണ് കോറിലേഷനുമായി ബന്ധപ്പെട്ട. നമുക്ക് കമ്മോഡിറ്റീസ് തന്നിട്ടുണ്ട്, എക്സ് സീരീസ്, വൈ സീരീസ്, അതിൽ നമ്പർ ഓഫ് ഐറ്റം, ടോട്ടൽ ഡീവിയേഷൻസ്, ടോട്ടൽ സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ്, ഇവയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കോൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡീവിയേഷൻസ് തന്നതുകൊണ്ട് നമുക്കറിയാം ഇത് ഡയറക്റ്റ് മെത്തേഡിലല്ല ചെയ്യേണ്ടത്. നമ്മൾ ഡീവിയേഷൻ ഫോമുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഇക്വേഷൻ നോട്ട് ചെയ്യാണ്. R ഈസ് ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ whole divided by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square. ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ടേബിളിനകത്ത് നിന്നും അല്ലെങ്കിൽ ഈ ഡാറ്റാസിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻസിൽ ആവശ്യമുള്ളതിനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് n കണ്ടെത്താം. അപ്പോൾ n എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു, ഇപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് ഐറ്റം, എക്സ് സീരീസിനും വൈ സീരീസിനും സെയിം നമ്പർ ഓഫ് ഐറ്റം ആണുള്ളത്. എത്രയാ? 10 ആണ്. ഓക്കെ, അപ്പോൾ n നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി ടോട്ടൽ ഡീവിയേഷൻ, എക്സ് സീരീസിന്റെ ടോട്ടൽ ഡീവിയേഷൻ, വൈ സീരീസിന്റെ ടോട്ടൽ ഡീവിയേഷൻ. ഇപ്പൊ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ? ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഡി എക്സിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്, എക്സ് മൈനസ് എ എക്സ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് എ വൈ എന്നും നമുക്കറിയാം. അപ്പോൾ ടോട്ടൽ ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാ? ഡി എക്സ് ആണ്. അപ്പോൾ ഡി എക്സും ഡി വൈയും ആണ് തന്നിരിക്കുന്ന സീരീസിൽ. അപ്പോൾ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാ? ടോട്ടൽ ഡീവിയേഷൻ ഓഫ് എക്സ് സീരീസ് അല്ലേ? അപ്പോൾ ഡി എക്സ് ഈസ് ഈക്വൽ ടു 170 മൈനസ് 170 എന്ന് പറയുന്ന ഫിഗർ ആണ് ഇത്. അപ്പോൾ ഡി വൈയുടെ ടോട്ടൽ ഡീവിയേഷൻ എത്രയായിരിക്കും? ഡി വൈ അഥവാ സിഗ്മ ഡി വൈ ആണ് ഉദ്ദേശിക്കുന്നത്. സിഗ്മ ഡി വൈ സിഗ്മ ഡി എക്സ് അത് എത്രയാണ്? മൈനസ് 20 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത് നോക്കൂ. ടോട്ടൽ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ. ടോട്ടൽ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ സിഗ്മ ഡി എക്സ് സ്ക്വയർ അത് എത്രയാ? സിഗ്മ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 8288 ആണ് കിട്ടുന്നത്. അതുപോലെ സിഗ്മ ഡി വൈ ഓൾ സ്ക്വയർ ആണ് നെക്സ്റ്റ്. ടോട്ടൽ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ വൈ സീരീസിൽ
2264 ആണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് വേണം. എന്താണ്? സിഗ്മ ഡി എക്സ് ഡി വൈ. സിഗ്മ ഡി എക്സ് ഡി വൈ, ദാറ്റ് ഈസ്, അതിവിടെ പറയുന്നുണ്ട്, ടോട്ടൽ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ദെയർ റെപ്രസെൻറ്റേറ്റീവ് അസ്യൂംഡ് മീൻ എന്ന് പ്രത്യേകം ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. അത് നമുക്ക് എത്രയാണ്? 3044 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ തന്നിട്ടുള്ളതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്യാം. n എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് 3044 ആണ്. മൈനസ് സിഗ്മ ഡി എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 170 ആണ്. സിഗ്മ ഡി വൈ എന്ന് പറയുന്നത് മൈനസ് 20 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n എന്ന് പറയുന്നത് 10 ആണ്. ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ, അത് 8288 ആണ്. മൈനസ് സിഗ്മ ഡി എക്സ് മൈനസ് 170 ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഇവിടെ തന്നെ. ഓക്കെ, ഇൻറ്റു 10 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് 2264, ദെൻ മൈനസ് സിഗ്മ ഡി വൈ എന്ന് പറയുന്നത് മൈനസ് 20 ഓൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇത് ഗുണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3044 എന്ന് കിട്ടും. മൈനസ് ഇത് രണ്ടും കൂടി നമുക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ 3400 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഓക്കെ റൂട്ട് ഓഫ് ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 82880 മൈനസ് ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 28900 എന്ന് കിട്ടും. ഇൻറ്റു റൂട്ട് ഓഫ് നെക്സ്റ്റ് ഇതിനതുകൊണ്ട് ഗുണിച്ചാൽ 22640 മൈനസ് 20ൻ്റെ ഹോൾ സ്ക്വയർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 400 എന്ന്, മൈനസ് 20 ആണ്, അത് പ്ലസ് ആയി മാറും, 400 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് നിന്നും ഈ വാല്യൂസ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക 27040 എന്ന് പറയുന്ന ഫിഗർ കിട്ടി. ദെൻ ഇത് മൈനസ് ചെയ്തിട്ട് ഇതിൻ്റെ റൂട്ട് എടുത്തിട്ടുള്ള ഫിഗറാണ് ഞാനിവിടെ എഴുതുന്നത്. 232.34 ഇൻറ്റു ഇത് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്തിട്ടുള്ള ഫിഗറാണ് 149.13. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക 0.780 എന്ന് പറയുന്നൊരു ഫിഗറാണ്. ഓക്കെ, 0.780 ഇതാണ് നമ്മുടെ R എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ R ഈസ് ഈക്വൽ ടു 0.780. അപ്രോക്സിമേറ്റ്ലി ഇത് 1ൻ്റെ അടുത്ത് വരുന്നൊരു സംഖ്യയാണ് അല്ലേ? അതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണ്, കാരണം അത് പ്ലസ് സൈൻ ആണ് ഇവിടെ വരുന്നത്.